അനാദിയായ ദൈവം അനശ്വര ശില്പിയായി അടിസ്ഥാനം ഇട്ട സ്വർഗം പ്രപഞ്ച സൃഷ്ടാവിന് മനുഷ്യനോടുള്ള അതുല്യ സ്നേഹത്തിന്റെ അനിർവചനീയമായ ദൃഷ്ടാന്തമാണ്. ക്ഷിപ്രഭങ്കരമായ മനുഷ്യായുസിന്റെ നിലനിൽപ്പ് തന്നെ ആ വാത്സല്യത്തിന്റെ മറവിൽ ആണ്. ദൈവിക സ്നേഹം ആവോളം നുകരുന്ന മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുവാൻ മറക്കുന്നു. സ്വാർത്ഥതയുടെ ബലിഷ്ഠകരങ്ങളിൽ ചതഞ്ഞറിയുന്ന മനുഷ്യജന്മം സാഹോദര്യത്തിന്റെ ഊഷ്മളതയെ അകറ്റി നിർത്തുന്നു. നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ വ്യഗ്രത കാട്ടുന്ന അവന്റെ പാതയിൽ നീതിയും ന്യായവും മൂകസാക്ഷികളായി നിലകൊള്ളുന്നു. കാലത്തിന്റെ കുത്തൊഴുക്ക് പലതിനെയും വിസ്മരിപ്പിക്കുമെങ്കിലും മനുഷ്യൻ അടച്ച അധ്യായങ്ങൾ മലർക്കെ തുറക്കുന്ന ഒരു ന്യായപീഠം. നീതിയുടെ തുലാസിൽ കലർപ്പില്ലാത്ത സത്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരും എന്ന മുന്നറിയിപ്പോടെ ദൈവനാമമഹത്വത്തിനായി ഈ സ്കിറ്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിന്റെ വാവ്. ഓർക്കുക, ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ഞാനൊരു ഡോക്ടർ ആയപ്പോൾ എത്ര പേരെയാണ് ഞാൻ മരണത്തിന് രക്ഷിച്ചത്? എത്ര പേർക്ക് ആണ് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്തത്? എത്ര മാരോഗങ്ങൾ ആണ് ഞാൻ മാറ്റിയത്? എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ലെന്നോ? അതേ മകളെ, ഈ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ഇല്ല. നീ മറന്നുപോയ നിന്റെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരം ആണ്. ഓമയുടെ പുസ്തകം ഇതാ നിനക്കായി തുറക്കുന്നു. എന്നാ ശരി. ഡോക്ടർ ജോയ്സ് സാമുവൽ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിന്റെ മേധാവി, സർജൻ, MBBS-ഉം FRCS ലണ്ടനും കരസ്ഥമാക്കിയ വ്യക്തി. തന്റെ സേവനത്തിന്റെ മുഖമുദ്രയെന്നോണം മികച്ച സിവിലിയൻ അവാർഡും കരസ്ഥമാക്കി. ഹലോ, എന്താ മോനെ? ഞാൻ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്യൂട്ടി എന്നെ വിളിച്ച് ശല്യം ചെയ്തെന്ന്. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓരോ കൊച്ചുങ്ങളുടെ ഓരോ സാധനം മോഷിച്ചോണ്ട് വരുന്നെന്ന്. എന്നോട് ഞാൻ അപ്പനോട് പറഞ്ഞ പപ്പ ഭക്ഷണം അടിച്ചു മാറ്റിക്കൊണ്ട് വരത്തില്ലേ? സിസ്റ്ററെ, അയ്യോ, ഡോക്ടർ എന്നാ വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാം. അതെ ഡോക്ടർ. പേഷ്യന്റ് ചാർട്ട് എനിക്ക് കാണിച്ചേ. അവൻ നമ്മൾ അറ്റൻഡ് ചെയ്യണ്ട. അതെന്താ ഡോക്ടർ? കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ട്
അവനോട് എന്നെ വീട്ടിൽ വന്ന് കാണാൻ വന്നോ? ഇല്ല, ഗവൺമെന്റ് തരുന്ന ചില്ലി കാശ് കൊണ്ട് ഇവരെ ട്രീറ്റ് ചെയ്യാൻ എന്നെ കിട്ടില്ല. MBBSും FRCSും it's not free. അയ്യോ, എന്നാലും ഡോക്ടർ, ആ പേഷ്യന്റ് വളരെ വീക്കാ. ഡോക്ടർ മനസ്സ് വെച്ചാലേ അയാളെ രക്ഷിക്കാം. ഒരു എന്നാലും ഇല്ല. No cash, no treatment. നീ വേണമെങ്കിൽ ട്രീറ്റ് ചെയ്തു. ഡോക്ടർ, എന്നാലും ഇല്ല, ഒരു എന്നാലും ഇല്ല. അത് കൊള്ളാം. എനിക്ക് സ്വർഗം കിട്ടില്ലെന്നോ? അതെവിടുത്തെ നീതിയാണ്? ആയുഷ്കാലം മുഴുവനും നീതിക്കും ന്യായത്തിനും വേണ്ടി ബാധിച്ച എൻ്റെ ഈ അവകാശമാണ് ഈ സ്വർഗം. എത്രയോ പാവങ്ങളുടെ കേസുകളാണ് ഞാൻ ഫീസ് പോലും വാങ്ങിക്കാതെ ജയിപ്പിച്ചെടുത്തത്. എത്രയോ നിരപരാധികളെയാണ് ഞാൻ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. ആ എൻ്റെ അവകാശമാണ് ഈ സ്വർഗം. Sorry son, no entry for you in heaven. നീ മറന്നു പോയ നിന്റെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരം ആണ്. ഓർമ്മയുടെ പുസ്തകം ഇതാ നിനക്കായി തുറക്കുന്നു. എന്നാൽ കണ്ടിട്ടുള്ളൂ ബാക്കി കാര്യം. അഡ്വക്കേറ്റ് അലൻ സന്തോഷ്, സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ വക്കീൽ, തെളിവില്ലാത്ത കേസുകൾ പോലും നിയമത്തിന്റെ പിൻബലത്തോടെ വാദിച്ച് ജയിക്കുവാൻ അതിസമർത്ഥൻ. തന്റെ കക്ഷികളുടെ സങ്കീർണമായ കേസുകൾ, രാജ്യത്തിന്റെ പഴുതുകൾ അടച്ച് ജയം ഉറപ്പിക്കുവാൻ കഴിവുള്ള വ്യക്തി. ആ വക്കീല് സ്വന്തം അപ്പനാണ് പറഞ്ഞതുകാരൻ. ആ റോഡ് സൈഡില് ബസ് ട്യൂബില് കുറെ നാളെ കൊണ്ട് ഞാൻ നോക്കി വച്ച് ഇരിക്കുക. അത് അപ്പൻ എനിക്ക് തരണം മട്ടും ഒന്നുമില്ല. വക്കീൽ എനിക്ക് അടിച്ചു മാറ്റി തരണം. ഒപ്പിച്ചാൽ നമുക്ക് രണ്ട് പഴക്ക പപ്പാതി അടിക്കാം. അത് നോക്കട്ടെ, വഴി കാണാതിരിക്കത്തില്ല. വക്കീൽ, ആ വിളക്കിച്ചാന്റെ കേസ് എന്തായി? ഓ അതോ, അത് ജയിക്കുന്ന സാധ്യത കുറവാ. എന്നാലും നോക്കാം. വക്കീൽ, അത് പറയില്ല. ആ വിളക്കിച്ചാൻ നമ്മുടെ പാർട്ടിയുടെ സ്വന്തമാണ്. അയാൾക്ക് ഒരു അബദ്ധം പറ്റിയത് അത് നാട്ടുകാരെല്ലാം അറിയാം. എന്നെ വെച്ച് നമുക്ക് കളയാൻ പറ്റുമോ? കേസ് എങ്ങനെയും വർത്തിച്ച് ജയിക്കണം. അയാൾക്ക് ശിക്ഷ കിട്ടേണ്ടി വക്കീൽ നോക്കണം. ഞാനൊരു കേസ് എടുത്താൽ അത് ജയിച്ചിരിക്കും. എത്രയോ കൊലയാളികളെയാണ് ഞാൻ നിരപരാധിയാക്കി എടുത്തിട്ടുള്ളത്. പക്ഷെ നല്ല കാശ് വേണം. ഒരു 10 ലക്ഷമെങ്കിലും വേണം. 10 ലക്ഷമോ? ആ, അങ്ങനെയെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. 10 എങ്കിൽ 10. കേസ് എങ്ങനെയും ജയിക്കണം. നമുക്ക് നോക്കാം. Krishna Maru India
പ്രവേശിക്കത്തില്ലെന്നോ? ഞാൻ ഒരു എഞ്ചിനീയർ, അറിയാമോ? എത്ര പള്ളികളാണ് ഞാൻ പണിഞ്ഞു കൊടുത്തിട്ടുള്ളത്, എത്ര അനാഥശാലകളാണ് ഞാൻ പണിഞ്ഞു കൊടുത്തിട്ടുള്ളത്. വഴിയില്ലാത്തവർക്ക് ഞാൻ വഴി വെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ലെന്നോ? അതെ മകനെ, ഈ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ഇല്ല. നീ മറന്നു പോയ നിന്റെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരമാണ്. ഓർമ്മയുടെ പുസ്തകം ഇതാ നിനക്കായി തുറക്കുന്നു. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഇന്ന് അത് കണ്ടിട്ടുള്ള ബാക്കി കാര്യം. ഇതാരാണെന്ന് അറിയണ്ടേ? ഗവൺമെന്റിന്റെ ഹൗസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് എഞ്ചിനീയറായിട്ട് ജോലി നോക്കുന്ന ഫിലിപ്പ് തോമസ്. എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഉള്ള വർഷങ്ങളുടെ സേവന പരിചയമുള്ള ആൾ. ഗവൺമെന്റിന്റെ പുതിയതായി നിർമ്മിക്കുന്ന ഫാം ഹൗസിന്റെ പ്രോജക്ട് എഞ്ചിനീയർ കൂടെയാണ് ഇദ്ദേഹം. ഹലോ മിസ്റ്റർ ആന്റണി, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ ബൗണ്ടറി വാൾ വർക്ക് തീർക്കാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എഗ്രിമെന്റ് പീരീഡ് ഉള്ളിൽ തീർത്തില്ലെങ്കിൽ എന്റെ മിതമാകും. കുറഞ്ഞ തുകയുള്ള എത്ര കൊട്ടേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അറിയാമോ? അറിയാം സർ. സർക്കാരിന്റെ നഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവാൻ ഈ സബ് കോൺട്രാക്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബിൽ പാസ്സാകുമ്പോൾ എന്റെ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ വരുന്നു. നാട്ടുകാരെ നന്നാക്കാനൊന്നും അല്ല ഈ പണി ചെയ്യുന്നത്. വയനാട്ടിലെ എന്റെ എസ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ചയാണ്. ഹലോ, പെട്ടെന്ന് തിരികെ. നാല് സ്റ്റേറ്റിന്റെ ജനറൽ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. എത്ര സ്നാനം ഞാൻ നടത്തിയുണ്ട്. റെവറൻഡ് ഡോക്ടർ ഉള്ള വലിയ പാസ്റ്റർ ആയിരുന്നു ഞാൻ. എത്ര കൺവെൻഷൻ ആണ് ഞാൻ നടത്തിയുണ്ട്. ഞാൻ സ്വർഗത്തിലെങ്കിൽ പിന്നാര. Sorry son, no entry for you in heaven. നീ മറന്നു പോയ നിന്റെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തികൾ എത്രയോ ഭയങ്കരം ആണ്. ഓർമ്മയുടെ പുസ്തകം ഇതാ നിനക്കായി തുറക്കുന്നു. ഇത് റെവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ മാത്യു, മലയാളി പെന്തക്കോസ്ത് കോളത്തിലെ പ്രശസ്തനായ വ്യക്തിയും സമുന്നത നേതൃനിരയിലെ ഗർജിക്കുന്ന സ്വഭാവവും. കേരളത്തിലെ ആദ്യത്തെ മെഗാ ചർച്ചിന്റെ സ്ഥാപക പ്രസിഡന്റും അണികളുടെ ആവേശവുമായ കർമ്മ പദത്തിലെ ഉശിരിട്ട നേതാവ്. മാസങ്ങൾ നീണ്ട വിദേശ പര്യടനത്തിന് ശേഷം തന്റെ സ്വന്തം സഭ സന്ദർശിക്കുവാൻ എത്തുന്നു. നമ്മളുടെ ഭാര്യ പാസ്റ്റർ ഇന്നു വരുന്നു. നമുക്ക് നല്ല വചനം കേൾക്കാം. എന്റെ ടീച്ചറെ, പണ്ടത്തെ തൃഷ്ണത്തെ എപ്പോ കാണുമോ? ദേശയാത്ര കഴിഞ്ഞ വരുന്ന വരുക. എന്തായാലും നോക്കാം. നമുക്ക് ഇനി പ്രാർത്ഥിക്കാം.
Praise the Lord. Praise the Lord on Parnye. Priya Deva Makle, I am very happy to see you all. After many months, African continents of the Nyan Natya Yatra. It was a very different experience for me. Antarctica Matram and the Vadinam Kelka. About 2 lakh people were there. When I was preaching in Uganda, I was broadcasting to 10 lakh people. When I was in Korea, I was the official guest of the government. Ee Washington program Airtan, I have no pages left in my diary. Minimum 2 hours in Ingi, so I am not ready for a speech now. In the book, Chian Alkada Porta, wait, so I have to conclude now. It is okay, Cherite, Orvin Engilu, Manasado, Petto Pasile. Devanamam Ano, Ado Pasile Pay Ano, Matua Petidel. Don't talk a lot. Yani Pani Torinite, Kore Nolai. Ade Pasile, Kalyakanta. Nanola Bhaktin Tanya, Tatipum Vetipum, Enika Aditilla, Enikim Swakatal Pola. Shitty. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ തിരുവചന സത്യത്തിന്റെ അർത്ഥസമൃദ്ധി എവിടെയോ എപ്പോഴോ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം പാടെ മറന്നു. വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയേണ്ടവർ തിരക്കിട്ട ജീവിതത്തിൽ ലോക നേട്ടങ്ങളെ വാരി തുടരുന്നു. മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ മരണാനന്തര പ്രത്യാശയ്ക്ക് ആധുനികതയുടെ പരിവേഷങ്ങൾ ഗണ്യമായ മങ്ങൽ ഏൽപ്പിച്ചു. ലക്ഷ്യം അലക്ഷ്യമാക്കി പൊരുതുമ്പോൾ എല്ലാറ്റിനും ഒടുവിൽ സത്യത്തിന്റെ പരിശുദ്ധി 100 മേനിയോടെ വിളങ്ങുമെന്ന് ഉദാത്തമായ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആയതിനാൽ നമ്മുടെ പ്രയത്നങ്ങളുടെ ഉൾക്കാമ്പ് യഥാർത്ഥ ലക്ഷ്യബോധത്തിന്റെ സ്ഥിരോത്സാഹം ആയിരിക്കണം. വിളിക്കപ്പെട്ടവരെന്ന് സ്വയം അഭിമാനിക്കുമ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ നമ്മുടെ സ്ഥാനം നമുക്ക് ഉറപ്പുവരുത്താം. ഭയത്തോടെ നോക്കിക്കാണേണ്ടതിന് ലാഘവത്തോടെ ആകാതെ സ്വർഗീയ കവാടത്തെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര തുടരാം. ആ ലക്ഷ്യബോധം ആർക്കെങ്കിലും
അന്യമായിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിനാണ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യും.